ഹലോ. നമ്മുടെ കേരള പര്യടനം അങ്ങനെ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. കൊല്ലത്തെത്തി കേട്ടോ. കൊല്ലത്തെത്തുമ്പോൾ ശ്രീ എം മുകേഷ് MLA കാണാതെ നമ്മൾ എങ്ങനെ പോകും? നമ്മളുള്ളത് ശ്രീ എം മുകേഷ് MLA വസതിയിലാണ്. പക്ഷേ ഞങ്ങള് കാസർഗോഡ് നിന്ന് തുടങ്ങി 2000 ചില്ലാൻ കിലോമീറ്റർ ഓടി. വല്ലാത്തൊരു അനുഭവമായിരുന്നു. അങ്ങനെയാണ് കൊല്ലത്തെത്തുമ്പോൾ ഇവിടെ വരുമ്പോൾ ചേട്ടനെ കാണാതെ പോകാൻ പറ്റില്ലല്ലോ. സാഹസമായിരുന്നു, പക്ഷേ മൊത്തം ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ് മോട്ടോർ ബൈക്കിൽ. ഞാൻ ശരിക്കും കോളേജ് കഴിഞ്ഞിട്ടുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഞങ്ങൾ 4 പേര്, 2 ബൈക്കിലായിട്ട് 4 പേര്, 2 SD ആണ്. അപ്പോൾ കൊല്ലത്തുനിന്ന് ഒരു ത്രില്ല് നേരെ കോട്ടയം വഴി തേക്കടി, മൂന്നാർ കഴിഞ്ഞിട്ടൊരു 4-5 ദിവസം കഴിഞ്ഞിട്ടാണ് തിരിച്ചു വന്നത്. ഞങ്ങൾ ഈ ഇലക്ഷന്റെ ചൂടറിഞ്ഞിങ്ങനെ പോതാണ്. അപ്പം നല്ല ഫൈറ്റ് ഉണ്ട് നാട്ടിലാകെ. ഭൂഷേട്ടനും തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ ചൂട്ടിലാണല്ലോ. അതെ അതെ. ഈ കൊല്ലത്തിനെ പറ്റി പറയുമ്പോഴത്തേക്ക്, പ്രത്യേകിച്ച് എന്റെ മണ്ഡലത്തിനെ പറ്റി പറയുമ്പോഴത്തേക്ക്, ഒരിക്കലും നടക്കത്തില്ല എന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങൾ നടത്തുക, നടത്തി കാണിക്കുക, നടക്കും. അവിടെയൊക്കെ അത് വരാൻ പോവുകയാണ് കേട്ടോ. അത് അവിടെയാണ് നമ്മളത് ഉദ്ദേശിക്കുന്നതെന്നുള്ള അല്ലാതെ നമ്മൾ ഉദ്ദേശിച്ച കാര്യം അതാണ് എന്ന് പറയുന്നതാണ്. നടത്തി കാണിച്ചെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ. ബാക്കിയൊക്കെ ആളുകൾ ക്ലീഷയായിട്ട് എടുത്തു കഴിഞ്ഞു. ഒരു സിനിമയിൽ ഒരു നല്ല റോള് വന്നാൽ ഇനി എന്ത് ത്യാഗം സഹിച്ചാണെങ്കിലും നമ്മളത് അഭിനയിക്കുന്നു. അതേപോലെ തന്നെ ഇങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ മുമ്പിലേക്ക് വരികയാണെങ്കിൽ നോ 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 എന്ന് നമ്മൾ പറയാൻ പാടില്ല. ഈ വോട്ട് വയ്ക്കാൻ പോകുമ്പോൾ ആളുകൾ പറയുന്നുണ്ടോ മുകേഷ് ഏട്ടൻ തന്നെ വരണം, അല്ലെങ്കിൽ ഒരാഗ്രഹമൊക്കെ അവരുടെ മനസ്സിലുണ്ടാവുമല്ലോ? അതൊക്കെ ഒരുപാട് പേര് അത് എതിർ പാർട്ടികൾ തന്നെ. ഇപ്പൊ നമ്മുടെ പാർട്ടികൾ നമ്മൾ അങ്ങനെ പറയുമല്ലോ. എതിർ പാർട്ടിയിലുള്ള വലിയ നേതാക്കന്മാർ എൻ്റെ അടുത്ത് രഹസ്യമായിട്ട് പറയും, ഇതേ മൂന്നാമതും അങ്ങനെ ഒരു വന്നു കഴിഞ്ഞാൽ നോന്നൊന്നും പറയല്ലേ. അതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ജയിക്കുക തോൽക്കുക അത് പിന്നത്തെ കാര്യം. അപ്പൊ അങ്ങനെ വരെ വലിയ വാത്സല്യത്തോടെ നിൽക്കുന്ന ആൾക്കാരാണ് എൻ്റെ. അപ്പൊ ആ സമയത്ത് നമുക്ക് തീരുമാനിക്കും. ഈ രാഹുലിന്റെ കാര്യത്തിൽ രാജി വേണം എന്ന് ഉറച്ച് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. ഞാൻ അതിനെപ്പറ്റി നോ കമന്റ്സ്. ഞാൻ പറയാൻ പാടില്ല, ഞാൻ ഒന്നും പറയാൻ പാടില്ല. ഞാൻ അതുമായി ബന്ധപ്പെട്ട് ഒറ്റ ചോദ്യം കൂടി ചോദിച്ച് അവസാനിപ്പിക്കാം. ഇന്നലെ പത്തനംതിട്ടയിൽ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ഒരു പ്രതികരണം താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. മുകേഷുമായി ബന്ധപ്പെട്ടുള്ള ആക്ഷേപം അതൊരു പീഡനമായിട്ട് ഞങ്ങൾ കരുതുന്നില്ല, രാഹുലിൻ്റെത് കുറെ കൂടി തീവ്രത കൂടിയതാണ് എന്നുള്ളൊരു കമന്റ് അവരുടെ ഭാഗത്തുനിന്ന് വന്നു. അപ്പം ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അത്? അല്ല, ശ്രദ്ധയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ രാഷ്ട്രീയത്തിലും ഇങ്ങനെ ഒരു മലയാളിയായിട്ട് ജനിച്ച ഒരാൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കും. അത് അവരുടെ അഭിപ്രായം. എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഞാൻ പറയാറായിട്ടില്ല. അങ്ങനെ വരും. ഇതെല്ലാം കഴിയട്ടെ. ഈ സബ്ജുഡീസ് എന്ന് പറഞ്ഞൊരു സാധനമാണ്. അത് പൊളിക്കാൻ വേണ്ടി പല ആൾക്കാരും നോക്കും. കാര്യം നമ്മൾ പൊളിഞ്ഞ ചില ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ പറയാൻ പാടില്ല. നമ്മൾ അത്രയെങ്കിലും ഒരു സാമാന്യ ബോധം നമ്മൾക്ക് വേണം. മനപ്രയാസം എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറം എന്നെ അത് ഏശിയിട്ടില്ല. കാര്യം അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു കുറ്റബോധം ഉണ്ടാകും. അയ്യോ, ഞാൻ ചെയ്തതല്ലേ, ഇത് കോടതിയിലിരിക്കുന്നതാണ്, തെളിയിക്കട്ടെ. അതിനകത്തൊരു ഭയങ്കര ശുഭാപ്തി വിശ്വാസമുണ്ട്. ഇവർ പറയുന്ന പോലെ ഒന്നും അല്ല എന്നുള്ളത് എനിക്കറിയാമല്ലോ. എന്നാലല്ലേ എനിക്കിത് നേരിടാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഞാൻ തളർന്നു പോകത്തില്ലേ. എനിക്കത് ഒരു വശത്തോടെ അതിങ്ങനെ പോയി അതിനകത്തൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മളുടെ ശ്രദ്ധ മുഴുക്കെ ഈ കൊല്ലം മണ്ഡലത്തിൽ ഞാൻ ഈ MLA ആയിരിക്കുമ്പോൾ ഏതൊക്കെ തരത്തിൽ വികസനം കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, അപ്പൊ താങ്കളെ വീണ്ടും കൊല്ലത്തെ ജനത പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിനാണ് പറഞ്ഞത്. ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. വീണ്ടും നമുക്ക് കാണാം.